10 മിനിറ്റ് കൊണ്ട് ആ ഒരു സ്ക്രബിങ്ങിൻ്റെ റിസൾട്ട് കണ്ടോ? അടിപൊളിയാണ്. നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സ്ക്രബാണ്. നമുക്ക് ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ക്രബാണ് കേട്ടോ. നമ്മൾ എത്ര മുഖം കഴുകിയാലും നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ അഴുക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വെയിലാണ്, പൊടിയൊക്കെയാണ്. അപ്പം മുഖത്ത് നല്ല രീതിയിൽ അഴുക്കിരുന്നിട്ട് നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുള്ള ടൈമാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിപ്പോൾ ഒരു 10 മിനിറ്റ് എന്നുള്ളത് ഒരു 15 മിനിറ്റ് നേരം കൂടുതൽ കിടന്നുകൊണ്ട് നമ്മുടെ മുഖത്തിന് ദോഷമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അരിപ്പൊടി നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അരിപ്പൊടി ഇല്ലാത്ത വീടുകളൊന്നും വളരെ കുറവാണ്. അപ്പോൾ അരിപ്പൊടിയും നമ്മുടെ തൈര് അല്ലെങ്കിൽ പാല്, പിന്നെ നമുക്ക് ഇച്ചിരി തേനാണ് വേണ്ടത്. അത് നല്ല തേനാണ് വേണ്ടത്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ടാനൊക്കെ മാറാനും, അതുപോലെ തന്നെ എന്തെങ്കിലും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ. മുഖക്കുരു വന്ന് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖക്കുരു വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഇങ്ങനെ കുനുകുനുന്നതിനൊക്കെ ചിലവരുടെ മുഖത്തൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനും മുഖം നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്ക്രബാണ്. പ്രത്യേകിച്ച് പറയുന്നു സ്ക്രബാണ് കേട്ടോ. അരിപ്പൊടി നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ കൊണ്ടുവരാനായിട്ട് അരിപ്പൊടി നല്ല ഗുണം ചെയ്യണമെന്നാണ്. തൈര് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ ഈ ചൂട്ടത്ത് നമുക്ക് എപ്പോഴും മുഖത്ത് തേക്കണം നല്ലതാണ്. ഇനി തൈര് ഇഷ്ടമില്ലാത്തവർ പാലിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ചെയ്യാം കേട്ടോ. പാല് അപ്പോൾ കാച്ചാത്ത പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കൂട്ടം കൂടിയിട്ട് നമുക്കിത് എങ്ങനെയാണ് നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന മാറ്റം. കുറേ നാളുകളായി നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സമയം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേസുകളൊന്നും അങ്ങനെ കൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് അത് അലിയാനുള്ള ഒരു തൈര് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അത് നല്ല കട്ട തൈര്, നല്ല പുളിച്ച തൈര് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. തൈരിൽ നല്ലപോലെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല ഗുണം ചെയ്യണമെന്നാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ നല്ല തേൻ തന്നെ മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, ഒരു 2-3 തുള്ളി തേൻ്റെ ആവശ്യമുള്ളൂ, അധികമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മുടെ കൈകൊണ്ട് തന്നെ, കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകി വന്നിട്ട് കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അരിപ്പൊടി നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു തരിയോട് കൂടിയിട്ടാണ് നമ്മൾ സ്ക്രബിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്ത് ബാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു സമയം കണ്ടെത്തി ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാത്തിനും നമുക്കായിട്ടൊരു സമയം വേണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ചെയ്യാനുള്ളതൊക്കെ ഒരു മനസ്സ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഐറ്റംസുകളൊക്കെ ഇരിക്കുക. അപ്പോൾ അത് രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആർക്കും ഒരു ദോഷം വരാത്തൊരു സ്ക്രബിങ് ആണ്. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ അവർ ഇങ്ങനെ അതേപോലെ നമ്മളിപ്പോൾ ഇത്തിരി ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ നമ്മൾ ഒരു സ്ക്രബിങ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ മുഖത്തെ ആ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടും ഇങ്ങനെ തൊട്ടാൽ പൊട്ടണ ഒരു സ്കിന്നെന്ന് പറയില്ലേ, അവർക്കൊന്നും നമ്മുടെ മുഖത്തോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവരാകുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതിലായിട്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ അത് റിമൂവ് ആയിട്ട് പോകും. അതുപോലെ ഈ മൂക്കിൻ്റെ തുമ്പത്താണ് കൂടുതൽ പേർക്ക് ഉണ്ടാവുക. അതൊക്കെ ഒരു 2-3 ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് മാറി കിട്ടും. ഇപ്പോൾ ഒരുപാടുള്ളവർക്ക് പെട്ടെന്നൊക്കെ മാറ്റം കിട്ടാനൊക്കെ ആയിട്ട് അത് വളരെയധികം ഗുണം ചെയ്യണ ഒരു സ്ക്രബിങ് ആണ്.
ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ഉണങ്ങണ ഒരു ഫീലിംഗൊക്കെ വരും. 10 മിനിറ്റ് നേരമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ മറന്നു പോയാൽ തന്നെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ലൊരു ബ്ലീച്ച് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. ഒരു മുഖം നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. നല്ല ഗ്ലേസിങ് ആയിട്ട് നമ്മുടെ മുഖം കിട്ടും. ഒപ്പം തന്നെ കഴുത്തിലും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കഴുത്തിലത്തെ കറുപ്പ് കളറൊക്കെ പോകാനൊക്കെ ആയിട്ടേ നല്ലതാണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളൊരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ഉണ്ടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ തൈര് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കൊരു പാക്ക് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, തൈരിൽ ഇച്ചിരി കടലമാവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ടൊരു പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിന് നല്ലൊരു അട്രാക്ഷൻ കൂടി കിട്ടും. ഇത് തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു പാക്കും കൂടി ഇടാൻ സമയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് അവരവരുടെ സ്കിന്നിന് പറ്റേണ്ടത് നമുക്ക് ആക്കി കൊടുക്കാം. അതും ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യേണ്ട. ഇത് നമുക്ക് ഒരു ദോഷം വരാത്തൊരു കാര്യമാണ്. അരിപ്പൊടി ആയാലും തേനായാലും അതുപോലെ തന്നെ നമ്മുടെ തൈരായാലും പാലായാലും ഒരു കുഴപ്പം വരാത്ത ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.